Sanctus, 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 Dominus Deus Sabaoth. പ്രിയമുള്ളവരെ, വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതചരിത്രം നമുക്ക് സുപരിചിതമാണ്. ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധിയുടെ പാരമ്യത്തിലെത്തിയ ഒരു അത്ഭുത ബാലനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള കിലോമീറ്ററുകൾ അകലെ പോയിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. ഇങ്ങനെ കിലോമീറ്ററുകൾ അകലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൂടെ ആരും ഉണ്ടാകാറില്ല. ഒരു ദിവസം അദ്ദേഹം സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അപരിചിതൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയാണ്. പെട്ടെന്ന് ഡൊമിനിക് സാവിയുടെ മുമ്പിലേക്ക് കയറി വരികയാണ്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, ഡൊമിനിക്കേ, നിനക്കിങ്ങനെ ഈ വിജനമായ പ്രദേശത്തോടെ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയില്ലേ? നിനക്ക് ഭയമില്ലേ? ഡൊമിനിക്ക് വളരെ പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു, എനിക്ക് യാതൊരു പേടിയുമില്ല, കാരണം എൻ്റെ കൂടെ എൻ്റെ കാവൽ ദൂതനുണ്ട്. മൈ ഗാർഡിയൻ ഏഞ്ചൽ ഈസ് വിത്ത് മീ. എൻ്റെ കാവൽ ദൂതനുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മളുടെ കാവൽ മാലാഖ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം, ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന് ധൈര്യം നൽകുകയാണ്. സങ്കീർത്തനം 91:10-11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു സൂക്ഷിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ദൈവദൂതന്മാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മളെ കാത്തു പരിപാലിക്കുവാനായിട്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യൻ ചെറുതാവുകയല്ല, അവൻ വലുതാവുകയാണ്. നമ്മുടെ കാവൽ മാലാഖ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്, ദൈവത്തിലേക്ക് തിരിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ആ കാവൽ മാലാഖയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ആ കാവൽ മാലാഖയെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിളിക്കാം, എൻ്റെ കൂടെ ആയിരിക്കുവാൻ, ദൈവത്തിലേക്ക് കൂടുതൽ വളർന്നു വരുവാനായിട്ട് അവൻ്റെ മാധ്യസ്ഥസഹായം നമുക്ക് യാചിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.